നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. PM ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ശുദ്ധ കളവെന്ന് കെ രാജൻ MLA. സ്വകാര്യവൽക്കരണത്തിന് ഓശാന പാടുന്നതാണ് സംസ്ഥാന ബജറ്റെന്നും കുറ്റപ്പെടുത്തൽ. സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷയോടെ തൃശൂർ നഗരം. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ പ്രായോഗിക തലത്തിലെത്തുന്നതും കാത്ത് നഗരവാസികൾ. തൃപ്രയാറിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പെട്രോൾ പമ്പുകളിൽ കന്നാസുകളിലും കുപ്പികളിലും ഇന്ധനം നിറച്ചു നൽകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പെസോ അംഗീകരിച്ച ക്യാനുകളിൽ മാത്രമേ ഇന്ധനം നൽകാവൂ എന്ന ഉത്തരവ്. ഇന്ധനം ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം. ലോകകപ്പിൽ ഹെയ്റ്റിക്കെതിരെ ബ്രസീലിന് തകർപ്പൻ ജയം. ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലൻഡിനെ വീഴ്ത്തി മൊറോക്കോ. രണ്ടാം ജയം തേടി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇറങ്ങുന്നു. സംസ്ഥാനത്ത് കാലവർഷം ദുർബലം. വെള്ളമില്ലാത്ത ചാലക്കുടിപ്പുഴയും അതിരപ്പള്ളി വെള്ളച്ചാട്ടവും സഞ്ചാരികളെ നിരാശരാക്കുന്നു. വാർത്തകൾ വിശദമായി. PM ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ശുദ്ധ കളവെന്ന് കെ രാജൻ MLA. സ്വകാര്യവൽക്കരണത്തിന് ഓശാന പാടുന്നതാണ് സംസ്ഥാന ബജറ്റ് എന്നും കുറ്റപ്പെടുത്തൽ. CPI തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടങ്ങാത്ത പദ്ധതിയിൽ നിന്നും പിന്മാറേണ്ട കാര്യമില്ല. ഒപ്പിട്ട് 22 ദിവസത്തിനകം പദ്ധതി മരവിപ്പിക്കാൻ കേരളം കത്ത് നൽകി. ഒരു നടപടി പോലും സ്വീകരിക്കാത്ത പദ്ധതിയുടെ പേരിൽ ഫണ്ട് വാങ്ങി എന്നത് വസ്തുതാവിരുദ്ധമെന്നും രാജൻ പറഞ്ഞു. കരാറല്ല അത് യഥാർത്ഥത്തിൽ. MOU സൈൻ ചെയ്തതിന്റെ 22 ദിവസത്തിനകം അത് മരവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ കൊടുത്തതുമാണ്. തുടങ്ങാത്തൊരു പദ്ധതിയിൽ നിന്ന് എന്തിനാണ് പിൻവലിയുന്നത്? ഒരു നടപടിയും കേരള ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചില്ല. ആ നടപടിയിൽ ഒപ്പിട്ട് 8 മാസം വരെ ഈ പദ്ധതി നടപ്പിലാക്കാതെ കേരളത്തിന് മുന്നോട്ട് പോകാമെങ്കിൽ പിന്നെ ഈ വരുന്ന 6 മാസമോ 7 മാസമോ ബാക്കിയുള്ള അധ്യയന വർഷം കൂടി ഈ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ഫെഡറൽ സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിന്റെ പേരങ്ങ് വെട്ടിക്കളയോ? ഇനി കേരളത്തിന് തരേണ്ട ഒന്നും തരില്ല എന്ന് പറയൂ? പറഞ്ഞാൽ നമ്മളതിനെ പോരടിക്കണ്ടേ? സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണമായി കേന്ദ്രത്തിന് അടിയറ പറഞ്ഞെന്ന് വ്യക്തമാക്കുന്നതാണ് വന്ദേമാതരം മുതൽ PM ശ്രീ വരെയുള്ള കാര്യങ്ങൾ. തോട്ടം ഭൂമി തരം മാറ്റുന്നതിലൂടെ ഭൂമാഫിയകൾക്കും കയ്യേറ്റക്കാർക്കും ഭൂമി കച്ചവടത്തിനുള്ള വഴിയൊരുക്കുകയാണ്. ഭൂപരിഷ്കരണ നിയമത്തിന്റെ 2.0 നടപ്പിലാക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ മാറരുത്. എളുപ്പം സ്വകാര്യവൽക്കരണത്തിലേക്കും ഭൂമി കച്ചവടത്തിലേക്കും കേരളത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നയമായി ഇതിനെ മാറുന്നു എന്ന ഗുരുതരാവസ്ഥ കാണേണ്ടതുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറച്ചത് വഴി ഓപ്പറേഷൻ തൂഫാനെ വരെ തൂഫാനാക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 3 കാര്യങ്ങളെപ്പറ്റി മിണ്ടാട്ടമില്ല. പെൻഷൻ 3000 ആക്കും എന്ന ഇന്ദിരാ ഗ്യാരണ്ടി, 5 ലക്ഷം രൂപ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് സംരംഭം തുടങ്ങാൻ പലിശരഹിത വായ്പ കൊടുക്കും എന്ന ഗ്യാരണ്ടി, പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വീതം കൊടുക്കുമെന്ന ഗ്യാരണ്ടി. ഈ 3 ഗ്യാരണ്ടിയെ കുറിച്ച് മിണ്ടാട്ടില്ല. ആരോഗ്യമേഖലയിൽ നടക്കുന്നത് അപമാനകരമായ കാര്യങ്ങളാണെന്നും രാജൻ കുറ്റപ്പെടുത്തി. മന്ത്രിമാർ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയ കേരള ചരിത്രത്തിൽ ആദ്യത്തെ അനുഭവം ഇപ്പോൾ ഉണ്ടാവുക. ഈ ബ്ലാക്ക് സ്റ്റോണും KKR പോലെയുള്ള വലിയ കുത്തക കമ്പനികൾ ആരോഗ്യരംഗത്തേക്ക് വരുന്നൊരു കാലമാണ്. അപ്പോഴാണ് സ്വകാര്യ മേഖലയിൽ മാത്രം 25 ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോൺഗ്രസും മുസ്ലിം ലീഗും ഇക്കാര്യങ്ങളിൽ മറുപടി പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമായിട്ടുള്ള കോൺഗ്രസും മുസ്ലിം ലീഗും എന്താണ് PMC നടപ്പിലാക്കുന്നതിനെ കുറിച്ച് തങ്ങളുടെ അഭിപ്രായം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലെങ്കിലും അഭിപ്രായം പറയാൻ, ഗവൺമെന്റിനെ തിരുത്തണമെങ്കിൽ തിരുത്താൻ ഉള്ള കരുത്തിലേക്ക് പോകണം. TCV തൃശൂർ. സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷയോടെ തൃശൂർ നഗരം. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ പ്രായോഗിക തലത്തിലെത്തുന്നതും കാത്തിരിക്കുകയാണ് നഗരവാസികൾ. തൃശൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന് പടിഞ്ഞാറേക്കോട്ട ഫ്ളൈ ഓവർ നിർമ്മാണം ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇടം നേടിയിട്ടുണ്ട്. MG റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിന് 15 കോടി നീക്കിവെച്ചു. കഴിഞ്ഞ ബജറ്റിലും ഈ തുക വകയിരുത്തിയിരുന്നു. അയ്യന്തോൾ പുഴയ്ക്കൽ റോഡ് 4ാം ഘട്ടം പൂർത്തിയാക്കാൻ 4 കോടി നീക്കിവെച്ചു.
അശ്വിനി, പാട്ടുരായ്ക്കൽ, പൂങ്കുന്നം ജംഗ്ഷനുകൾ ഉൾപ്പെടുത്തി ഫ്ളൈ ഓവർ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിനായി 150 കോടിയാണ് അടങ്കൽ തുക കണക്കാക്കുന്നത്. സെന്റ് തോമസ് കോളേജ് കിഴക്കുംപാട്ടുകര റോഡ് 50 കോടി, തൃശൂർ മണ്ണൂത്തി മോഡൽ റോഡ് നിർമ്മാണം 10 കോടി, പൂങ്കുന്നം മുണ്ടുപാലം ജംഗ്ഷനുകളുടെ വികസനം 5 കോടി വീതം തുടങ്ങിയ പദ്ധതികളും ഇടം നേടി. പുഴയ്ക്കൽ മൊബിലിറ്റി ഹബ്ബാണ് മറ്റൊരു ശ്രദ്ധേയ നിർദ്ദേശം. 20 കോടി രൂപ ഇതിനായി നീക്കിവച്ചിട്ടുണ്ട്. നഗരത്തിലെ വെള്ളക്കെട്ട് നിവാരണത്തിനുള്ള പ്രത്യേക പദ്ധതിക്ക് 20 കോടിയാണ് അടങ്കൽ തുക കണക്കാക്കിയിട്ടുള്ളത്. തൃശൂർ മൃഗശാല പുത്തൂരിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ പഴയ മൃഗശാല ബൊട്ടാണിക്കൽ ഗാർഡനായി സംരക്ഷിക്കാനുള്ള പദ്ധതിയും നഗരം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. ന്യൂസ് ഡെസ്ക് TCV. തൃപ്രയാറിൽ 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കവർച്ചാ സംഘത്തിൽപ്പെട്ടവരെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. കവർച്ചാ സംഘം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ വലപ്പാട് നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കവർച്ചയ്ക്ക് പിന്നിൽ രഞ്ജിത്ത് എന്നയാളുടെ സംഘമാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. രഞ്ജിത്ത് സമാനമായ രീതിയിൽ വയനാട് മറ്റൊരു കേസിൽപ്പെട്ടയാളാണെന്നും കണ്ടെത്തി. പാലക്കാട് വിളയൂർ പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി അടക്കമുള്ളവരാണ് തട്ടിപ്പിന് ഇരയായത്. ഇടപാടുകാരെ തൃപ്രയാറിൽ എത്തിച്ചത് രഞ്ജിത്ത് ഉൾപ്പെടുന്ന കുഴൽപ്പണക്കടത്ത് സംഘമാണ്. ഡോളർ രൂപയാക്കി മാറ്റി നൽകാമെന്നറിയിച്ചാണ് സംഘം ഇവരെ തൃപ്രയാറിൽ എത്തിച്ചത്. കാറിൽ ഉണ്ടായിരുന്നവരെ മറ്റൊരു കാറിൽ എത്തിയ സംഘം ആക്രമിക്കുകയും 16 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുക്കുകയുമായിരുന്നു. തൃപ്രയാർ പൈന്നൂർ ആമലത്ത് കുളങ്ങര ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കാറിന്റെ ചില്ല് തകർത്ത മുളകുപൊടി സ്പ്രേ ചെയ്താണ് പണം തട്ടിയതെന്ന് തട്ടിപ്പിനിരയായവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പെട്രോൾ പമ്പുകളിൽ കന്നാസുകളിലും കുപ്പികളിലും ഇന്ധനം നിറച്ചു നൽകുന്നതിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അംഗീകരിച്ച സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള ക്യാനുകളിൽ മാത്രമേ ഇനി മുതൽ ഇന്ധനം നൽകാൻ പാടുള്ളൂ എന്നാണ് ഉത്തരവ്. കന്നാസ്, കുപ്പി, മറ്റ് കണ്ടെയ്നറുകൾ എന്നിവയിൽ ഇന്ധനം നിറയ്ക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചു. ഇന്ധനം ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. അതേസമയം പെസോ ക്യാനുകൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ഓൾ ഇന്ത്യ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കാലവർഷം ആരംഭിച്ച് 3 ആഴ്ച പിന്നിടുന്നു. എന്നാൽ കാര്യമായ വെള്ളമില്ലാതെ ചാലക്കുടി പുഴയും അതിരപ്പള്ളി വെള്ളച്ചാട്ടവും സഞ്ചാരികളെ നിരാശരാക്കുന്നു. സാധാരണ നിലയിൽ ജൂൺ പകുതിക്ക് ശേഷം അതിരപ്പള്ളി വെള്ളച്ചാട്ടം കനത്ത് കുതിച്ചൊഴുകേണ്ടതാണ്. എന്നാൽ ദുർബലമായ മഴക്കാലത്തിൽ വെള്ളച്ചാട്ടം ഇപ്പോഴും ശോഷിച്ചു തന്നെ. കടുത്ത വേനലിൽ പ്രകടമാകുന്ന നീരൊഴുക്കുകളെ ഇപ്പോഴുള്ളൂ. വാഴച്ചാലിനടുത്ത ചാർപ്പയിലും സ്ഥിതി മറിച്ചല്ല. വെള്ളച്ചാട്ടത്തിന്റെ ശക്തിയിൽ റോഡിലേക്ക് ജലഗണങ്ങൾ എത്തുന്നതാണ് ജൂൺ പകുതി പിന്നിടുമ്പോഴുള്ള മുൻകാല സ്ഥിതി. എന്നാൽ മുൻകാല അനുഭവങ്ങളിൽ ഇതെല്ലാം ആസ്വദിക്കാനെത്തിയ വിനോദസഞ്ചാരികളാകട്ടെ നിരാശരായി മടങ്ങുന്നു. ജൂൺ ആദ്യത്തെ ആഴ്ചയിൽ വെള്ളച്ചാട്ടങ്ങൾ തെല്ലുഭേദമായിരുന്നു. പിന്നീട് നേർത്തുവരികയായിരുന്നു. TCV ചാലക്കുടി. കൊടുങ്ങല്ലൂരിൽ ഭാര്യയുടെ സഞ്ചയന തലേന്ന് ഭർത്താവ് മരിച്ചു. പൂവത്തുംകടവ് സർവീസ് സഹകരണ സംഘം മുൻ ജീവനക്കാരനും ശ്രീനാരായണപുരം പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പറുമായിരുന്ന എൻ.എ. വാസുവാണ് മരിച്ചത്. വാസുവിന്റെ ഭാര്യ സുലോചന ടീച്ചർ ഈ മാസം 13-ാം തീയതി നിര്യാതയായിരുന്നു. സുലോചന ടീച്ചറുടെ സഞ്ചയനം ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് ഭർത്താവ് മരണമടഞ്ഞത്. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. അതിഥി തൊഴിലാളികളെ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണുകളും കവർന്ന സംഘത്തെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആദൂർ സ്വദേശികളായ അമ്പലത്ത് വീട്ടിൽ അബ്ബാസ്, കാരേങ്ങിൽ വീട്ടിൽ അബൂബക്കർ, മണ്ണാർക്കാട് പിലായിത്തൊടിയിൽ വീട്ടിൽ മുഹമ്മദ് ഫാനാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ജോലി തേടിയെത്തിയ ബീഹാർ സ്വദേശികളാണ് ആക്രമണത്തിന് ഇരകളായത്. ബീഹാർ സ്വദേശികളായ 3 യുവാക്കളെ പ്രതികളായ മൂവർ സംഘം പോലീസാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കാറിൽ കയറ്റി കൊണ്ടുപോയത്.
പിന്നീട് വിജനമായ സ്ഥലത്തെത്തിച്ച് മർദ്ദിച്ച് പണവും മൊബൈൽ ഫോണുകളും തട്ടിയെടുക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ അനീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ സി അരുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷ ഞായറാഴ്ച നടക്കും. പരീക്ഷയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. മുന്നൊരുക്കത്തിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടന്നു. പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിദ്യാർത്ഥികൾക്ക് അവധി നൽകാൻ പാടില്ലെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇതിനു മുൻപ് നീറ്റ് പരീക്ഷ നടന്നപ്പോൾ ചില മെഡിക്കൽ വിദ്യാർത്ഥികളും ക്രമക്കേടിന്റെ ഭാഗമായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം പുറത്തിറക്കിയത്. മെയ് മാസം നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ പുനഃപരീക്ഷ നടത്തേണ്ടി വരുന്നത്. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്ത് 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷം വിദ്യാർത്ഥികൾക്കായാണ് പുനഃപരീക്ഷ നടത്തുന്നത്. ഉച്ചകഴിഞ്ഞ് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് KSU പ്രതിഷേധ പരീക്ഷ നടത്തി. തൃശൂർ AG's ഓഫീസിന് മുൻപിൽ KSU പ്രവർത്തകർ മുട്ടിൽ നിന്ന് പരീക്ഷ എഴുതി. പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതിയ ഉത്തരക്കടലാസുകൾ AG's ഓഫീസിന് മുൻപിൽ കത്തിച്ചു. പ്രതിഷേധ സമരം KSU സംസ്ഥാന കമ്മിറ്റി അംഗം CV വിമൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലവി ദേശമംഗലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജെറിൻ സേവ്യർ, എബ്രഹാം LC, റിച്ചൽ ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിൽ ഒരാൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ചേലക്കര പഞ്ചായത്തിലെ 3 വയസ്സായ കുട്ടിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. വയറിളക്കത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തൃശൂർ അമല, ജൂബിലി ആശുപത്രികളിൽ തുടരുന്ന UNA സമരം അധാർമികമാണെന്ന് തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിലിന്റെയും വൈദിക സമിതിയുടെയും സംഘടനാ ഏകോപന സമിതിയുടെയും സംയുക്ത യോഗം ചൂണ്ടിക്കാട്ടി. നഴ്സുമാർക്ക് നിലവിൽ ഏറ്റവും കൂടുതൽ ശമ്പളം നൽകി വരുന്ന അമല, ജൂബിലി ആശുപത്രികൾക്കെതിരെ മാത്രം സമരം നടത്തുന്ന UNA നേതാക്കളുടെ നടപടി ദുരുദ്ദേശപരമാണ്. സമരത്തിന്റെ മറവിൽ അതിരൂപതയെയും അതിരൂപത നേതൃത്വത്തെയും വിശ്വാസി സമൂഹത്തെയും ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നടപടി അംഗീകരിക്കാനാവില്ല. സർക്കാർ പ്രഖ്യാപനം വരുമ്പോൾ അതിനനുസൃതമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാമെന്ന ആശുപത്രി മാനേജ്മെന്റുകളുടെ നിലപാടിനോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന UNA നേതാക്കളുടെ നടപടി തികച്ചും അപലപനീയമാണെന്ന് യോഗം കുറ്റപ്പെടുത്തി. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ജോയിന്റ് സെക്രട്ടറി LC വിൻസെന്റ്, ഏകോപന സമിതി സെക്രട്ടറി ഷിൻഡോ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ചെറുതുരുത്തി സ്വദേശി പൂളയ്ക്കൽ പറമ്പിൽ ഹസനെയാണ് വടക്കാഞ്ചേരി അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. അതിജീവിത കൂട്ടുകാരികളോട് പറഞ്ഞതനുസരിച്ച് സ്കൂൾ അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ EV സുഭാഷാണ് കേസിൽ അന്വേഷണം നടത്തിയത്. പ്രായപൂർത്തിയാകാത്ത 3 വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ മധ്യവയസ്കൻ അറസ്റ്റിൽ. പറപ്പൂക്കര പോങ്കോത്തറ സ്വദേശി ചൂരക്കാരൻ വീട്ടിൽ വിൽസനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടികൾ സ്കൂൾ കൗൺസിലിംഗിനിടെയാണ് സംഭവം പുറത്തു പറഞ്ഞത്. CWC അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ പലതവണകളായാണ് അതിക്രമം നടന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് സമീപമുള്ള മരം മുറിക്കാൻ ആരംഭിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോപുരത്തിന് മരം ഭീഷണിയാകുന്നതായി TCV വാർത്ത നൽകിയിരുന്നു. കാലപ്പഴക്കത്താൽ തകർച്ചാ ഭീഷണി നേരിടുന്ന ഗോപുരത്തിന് സമീപകാലത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ.
കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പിൽ രണ്ടാം ജയം തേടി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇറങ്ങുന്നു. ഞായറാഴ്ച പുലർച്ചെ 1:30 തുടങ്ങുന്ന മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റാണ് എതിരാളികൾ. ആദ്യ മത്സരത്തിൽ കുറസോവയെ 1-7 ഗോളുകൾക്ക് ജർമ്മനി തകർത്തിരുന്നു. അതേസമയം ജപ്പാനെതിരെ സമനില വഴങ്ങിയതിന്റെ ക്ഷീണം തീർക്കാൻ നെതർലൻഡ്സ് ഇറങ്ങുമ്പോൾ സ്വീഡനാണ് എതിരാളികൾ. ശനിയാഴ്ച രാത്രി 10:30 മത്സരം. ലോകകപ്പിൽ ഹെയ്ത്തിക്കെതിരെ ബ്രസീലിന് തകർപ്പൻ ജയം. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയയെ കീഴടക്കി ആതിഥേയരായ USA നോക്കൌട്ട് റൗണ്ടിൽ കടന്നു. ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലൻഡിനെ മൊറോക്കോയും വീഴ്ത്തി. ഒടുവിൽ മൈതാനത്ത് കാനറികളുടെ വിജയ ചിറകടി. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബ്രസീൽ ഹെയ്ത്തിയെ തകർത്തത്. മാത്യൂസ് കുഞ്ഞയുടെ ഇരട്ട ഗോളുകളും വിനീഷ്യസ് ജൂനിയറിന്റെ 1 ഗോളിന്റെയും മികവിലാണ് മുൻ ചാമ്പ്യന്മാരുടെ മുന്നേറ്റം. ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകളും പിറന്നിരുന്നു. ആദ്യ മത്സരത്തിൽ മൊറോക്കോയുടെ സമനില വഴങ്ങിയ ബ്രസീലിന് ഈ വിജയം വലിയ ആശ്വാസമാണ് നൽകുന്നത്. വിജയത്തോടെ ഗോൾ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ ഒന്നാമതെത്തി. 25-ന് പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡുമായാണ് ബ്രസീലിന്റെ അടുത്ത മത്സരം. അതേസമയം ഗ്രൂപ്പ് ഡിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ആതിഥേയരായ USA ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഓസീസ് ഡിഫൻഡർ കാമറൂൺ ബോർജസിന്റെ സെൽഫ് ഗോളിലാണ് USA ആദ്യം മുന്നിലെത്തിയത്. 43-ാം മിനിറ്റിൽ അലക്സ് ഫ്രീമാൻ ഹെഡറിലൂടെ 2ാം ഗോളും സ്വന്തമാക്കി. ഓഫ്സൈഡ് ഫ്ളാഗ് ഉയർന്നെങ്കിലും വാർ പരിശോധനയിൽ ഗോൾ അനുവദിക്കുകയായിരുന്നു. ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ എതിരില്ലാത്ത 1 ഗോളിന് മൊറോക്കോ കീഴടക്കി. കളി തുടങ്ങി 71-ാം സെക്കൻഡിൽ തന്നെ ഇസ്മായിൽ സൈബാറിയിലൂടെ മൊറോക്കോ സ്കോർ ചെയ്തു. ഈ ജയത്തോടെ മൊറോക്കോ നോക്കൌട്ട് പ്രതീക്ഷകൾ സജീവമാക്കിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക് TCV. തുർക്കിയെ എതിരില്ലാത്ത 1 ഗോളിനെ തകർത്ത പരാഗ്വേ ഈ ലോകകപ്പിൽ ആദ്യ ജയം നേടി. 2 മത്സരങ്ങളും തോറ്റ തുർക്കി ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. മത്സരം ആരംഭിച്ച 65-ാം സെക്കൻഡിൽ തന്നെ വിജയ ഗോളെത്തി. മധ്യനിര താരം മത്യാസ് ഗലാർസയാണ് ഗോൾ നേടിയത്. അതേസമയം നാടകീയ രംഗങ്ങളുടെയും പുതിയ ഫിഫ നിയമം മൈതാനത്ത് നടപ്പാക്കിയതിന്റെയും പശ്ചാത്തലത്തിൽ മത്സരം ശ്രദ്ധേയമായി. ആദ്യ പകുതിയിൽ പരാഗ്വേ താരം മിഗ്വൽ അൽമിറോണിക്കെതിരെ റഫറി ചുവപ്പ് കാർഡ് എടുത്തു. പരസ്യമായി വായ് മൂടിപ്പിടിച്ച് സംസാരിക്കുന്ന കളിക്കാർക്ക് ചുവപ്പ് കാർഡ് നൽകണമെന്ന ഫിഫയുടെ പുതിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ബ്രസീൽ സൂപ്പർ താരം നെയ്മർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നു. സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിൽ താരം സ്ക്വാഡിലുണ്ടാകുമെന്ന് പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കി. ആദ്യ 11-ൽ തന്നെ നെയ്മർ ഇടം പിടിച്ചേക്കും. പരിക്കിൽ നിന്ന് മുക്തനായ താരം ടീമിനൊപ്പം പരിശീലനത്തിനിറങ്ങിയിട്ടുണ്ട്. പരിക്ക് മൂലം ലോകകപ്പിലെ ബ്രസീലിന്റെ ആദ്യ 2 മത്സരങ്ങളിലും നെയ്മർ ഇറങ്ങിയിരുന്നില്ല. ലോകകപ്പ് ആവേശത്തിൽ വീടിന്റെ ചുമരിൽ തന്റെ ഇഷ്ട ടീമായ അർജന്റീനയുടെ പതാകയുടെ മാതൃക നിർമ്മിച്ചിരിക്കുകയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ കനിഷ്കാണ് തന്റെ വീടിന്റെ മുൻവശത്തെ ചുമർ അർജന്റീന പതാകയുടെ ചിത്രമുള്ള A4 പേപ്പർ ഷീറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത്. 52 A4 ഷീറ്റുകളാണ് ഇതിനായി കനിഷ്ക് ഉപയോഗിച്ചത്. 13 A4 ഷീറ്റുകൾ വീതം 4 നിരകളിലായി ഒട്ടിച്ച് അതിൽ ഓയിൽ പേസ്റ്റും ക്രയോണും ഉപയോഗിച്ച് കളർ നൽകിയാണ് അർജന്റീന പതാകയുടെ മാതൃക നിർമ്മാണം പൂർത്തീകരിച്ചത്. ഒരാഴ്ചയായിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്ത് 52 A4 ഷീറ്റിലാണ്. ആദ്യം ഇത് പശ വെച്ച് ഒട്ടിച്ചിട്ടെല്ലാം ഓരോ 13 എണ്ണം വെച്ച് 4 റോ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ 52 എണ്ണം ആകെ. ഇത് ഒട്ടിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇത് ഇങ്ങനെ ഇളകി പശ വെച്ച് ഒട്ടിച്ചുകൊണ്ട് തന്നെ ഇത് ചായം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ പേസ്റ്റിലായിരുന്നു. ആദ്യം ക്രയോണിലാണ് ചെയ്തത്. അപ്പോൾ ക്രയോണിൽ ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് വരവെഴുന്ന ആകെ റഫായിട്ടാവണേ. അപ്പോൾ പിന്നീട് ഓയിൽ പേസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ജനുവരിയിൽ തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ അവതാരകനായും ഈ 14-കാരൻ നേരത്തെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കഥ, കവിത, ഉപന്യാസം തുടങ്ങിയ രചനാ മത്സരങ്ങളിൽ ഉപജില്ലാ ജില്ലാതലങ്ങളിലടക്കം നിരവധി സമ്മാനങ്ങളും ഈ കൊച്ചുമിടുക്കൻ വാരിക്കൂട്ടിയിട്ടുണ്ട്. കൊടകര എടയപ്പുറത്ത് ഹരിദാസന്റെയും കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷീലാകൃഷ്ണന്റെയും മകനായ കനിഷ്കിന് ഫുട്ബോളിനോടുള്ള ആവേശം ക്രിക്കറ്റിനോടുമുണ്ട്. തൃശൂർ ജില്ലാ അണ്ടർ 14 ക്രിക്കറ്റ് ടീമിൽ അംഗമാണ് ഈ മിടുക്കൻ. TCV കൊടകര.
പെരുമ്പിലാവ് ഫാൽക്കൺ മാളിൽ 10 അടി ഉയരമുള്ള ഭീമൻ ഫുട്ബോൾ മാതൃക സ്ഥാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു ദൃശ്യവിസ്മയം ഒരുക്കിയിരിക്കുന്നത്. ചാലിശ്ശേരി സ്വദേശിയും ചിത്രകാരനുമായ ഷൈജൻ, സുബീഷ്, സുരേഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഒരാഴ്ച നീണ്ട പ്രയത്നത്തിലൂടെ ഈ കലാസൃഷ്ടി പൂർത്തിയാക്കിയത്. 65,000 രൂപയോളമാണ് ഇതിനായി ചെലവ് വന്നത്. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ് ലോറിയിലിടിച്ച് ബസ്സിലുണ്ടായിരുന്ന 3 യാത്രക്കാർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന ചിറയത്ത് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ പിൻഭാഗം തകർന്നു. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സ്വകാര്യ ബസ്സുകാരുടെ അമിത വേഗതയ്ക്കും മത്സരയോട്ടത്തിനുമെതിരെ നാട്ടുകാരിൽ നിന്നും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഇടിയഞ്ചിറ ബണ്ട് റോഡിൽ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. പാടൂരിൽ നിന്നും പൂവത്തൂരിലേക്ക് രോഗിയെ എടുക്കാൻ പോകുമ്പോഴാണ് അപകടം. പാടൂർ മഹലിന്റെ കീഴിലുള്ള ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലെ കല്ലിന്മേൽ കയറി വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടത്തിന് ഇടയാക്കിയത്. വാടാനപ്പള്ളിയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനട യാത്രക്കാരനായ വയോധികൻ മരിച്ചു. നടുവിൽക്കര സ്വദേശി 78 വയസ്സുള്ള ചുള്ളിയിൽ ധർമ്മപാലനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 31-നായിരുന്നു അപകടം. പാറമക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ മോഷണം. 4 ലക്ഷം രൂപയോളം നഷ്ടമായതായി പരാതി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ച പണമാണ് നഷ്ടമായിട്ടുള്ളത്. തൃശൂർ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ എഴുത്തകം വായനാ ദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രമുഖ സാഹിത്യ പ്രവർത്തക ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സൂപ്രണ്ട് പി ജയപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ചെറുകഥാകൃത്ത് ഷംനാദ് തൃശൂരിനെ ആദരിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. അധ്യാപകരായ വി.ജി. ജോജോ, ടി.ജെ. അഗസ്തി, കെ.വി. സന്തോഷ് കുമാർ, എസ്. ശ്രീകുമാർ, പി.പി. പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയിൽ ഗുണനിലവാര അംഗീകാരമായ മുസ്കാനെ നേടി തൃശൂർ ശിശുരോഗ വിഭാഗം. മരണനിരക്കും രോഗാവസ്ഥയും കുറച്ച് രോഗീ പരിചരണം ഉത്തമ ശ്രേണിയിൽ എത്തിച്ചതിനാണ് അംഗീകാരം. കഴിഞ്ഞ മെയ് മാസം 15, 16 തീയതികളിൽ നടന്ന ദേശീയതല പരിശോധനയിൽ 90% നേടിയ ഡിപ്പാർട്ട്മെന്റിനെ മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ പി.എസ്. ഇന്ദു, പ്രിൻസിപ്പാൾ ഡോക്ടർ അനിൽകുമാർ, സൂപ്രണ്ട് ഡോക്ടർ ലിജോ എന്നിവർ അനുമോദിച്ചു. ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ വി.ടി. അജിത് കുമാർ നേതൃത്വം നൽകിയ ഈ സംരംഭത്തിൽ നവജാത ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ഫെബി ഫ്രാൻസിസ്, ശിശു സർജറി വിഭാഗം മേധാവി ഡോക്ടർ നിർമ്മൽ എന്നിവർ പങ്കാളികളായി. ഇനി വാണിജ്യം. ദിണ്ടിഗൽ ബിരിയാണിയിലൂടെ ഭക്ഷണപ്രേമികളുടെ മനം കീഴടക്കുകയാണ് അയ്യന്തോൾ ചുങ്കത്തിനടുത്തുള്ള ബിരിയാണി സ്റ്റോറി എന്ന റെസ്റ്റോറന്റ്. യഥാർത്ഥ ദിണ്ടിഗൽ ബിരിയാണിയുടെ രുചി അതേപടി തൃശൂരിലെ ഭക്ഷണപ്രേമികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിരിയാണി സ്റ്റോറി പ്രവർത്തനം ആരംഭിച്ചത്. ദിണ്ടിഗൽ ബിരിയാണിയുടെ രുചി തേടി നിരവധി പേരാണ് ബിരിയാണി സ്റ്റോറിൽ എത്തുന്നത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിന്റെ പാരമ്പര്യ രീതിയിൽ ശ്രീരാഗ സാമ്പ അരിയും പ്രത്യേക മസാലക്കൂട്ടും ഉപയോഗിച്ചാണ് ഇവിടെ ബിരിയാണി തയ്യാറാക്കുന്നത്. വളരെ നേർമയുള്ള പ്രത്യേക മണമില്ലാത്ത അരിയായതിനാൽ എളുപ്പം മസാല പിടിക്കും. വെളുത്തുള്ളിയും ഇഞ്ചിയും ഏലക്കായയും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്ത പ്രത്യേക മസാലയാണ് ദിണ്ടിഗൽ ബിരിയാണിക്ക് അതിന്റെ തനതായ രുചി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആസ്വദിച്ചു കഴിക്കുന്നതിനിടയിൽ ജാതിക്കയോ കരയാമ്പൂവോ വില്ലനാകുമോ എന്ന പേടി വേണ്ട. മസാലക്കൂട്ടും അരിയും ഇറച്ചിയുമെല്ലാം വലിയ വട്ടകങ്ങളിൽ ആവശ്യമായ ചൂടിൽ തിളപ്പിക്കും. തയ്യാറാക്കി കഴിഞ്ഞാൽ ബിരിയാണിക്ക് കടും തവിട്ട് നിറമായിരിക്കും. ഫുള്ളിന് 150 രൂപയും ഹാഫിന് 90 രൂപയുമാണ് വില. അതിന്റെ ടേസ്റ്റ് മലയാളികൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ നമ്മള് ഇത് പ്രൊവൈഡ് ചെയ്തൊക്കെ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടമായി. എല്ലാ മലയാളികളും വന്നിട്ട് ഇപ്പോൾ ദിണ്ടിക്കൽ ചോദിച്ചിട്ട് വരും. തമിഴ്നാട്ടിൽ അങ്ങനെ ഒതന്റിക് ആയിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ അവിടെ ശ്രമിക്കുന്നത്. ദമ്മ് പൊട്ടിക്കുന്ന ടൈം എന്ന് വെച്ചാൽ ഒരു 11-12 മണി ആ ടൈമിലാണ് നമ്മൾ ദമ്മ് പൊട്ടിക്കുക. ദിണ്ടിക്കൽ നമുക്ക് സ്പെഷ്യൽ ബിരിയാണിയാണ്. തൃശ്ശൂരിലെ നമ്മുടെ ബിരിയാണി സ്റ്റോറിയിൽ അടിപൊളി ബിരിയാണി ഉണ്ട്. ഇവിടെയൊക്കെ ബിരിയാണി മട്ടൺ ബിരിയാണി ഉണ്ട്, പിന്നെ
ചിക്കൻ ബിരിയാണി ഉണ്ട്. മട്ടൻ ബിരിയാണി അടിപൊളിയായിട്ടുണ്ടാവും. ഇങ്ങനെ പെട്ടെന്ന് കളിയാവും. കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും വരണം, കളിച്ചു നോക്കണം. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ നിന്ന് ആരംഭിച്ച ഈ രുചിപ്പെരുമ ഇന്ന് കേരളത്തിലും വലിയ സ്വീകാര്യത നേടിയിരിക്കുകയാണ്. രുചിയിലും ഗുണനിലവാരത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ ഓരോ ഉപഭോക്താവിനും മികച്ച ഭക്ഷണാനുഭവം നൽകുകയാണ് അയ്യന്തോളിലെ ബിരിയാണി സ്റ്റോറി. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,390 രൂപ, പവന് 1,07,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. PM ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ശുദ്ധ കളവെന്ന് കെ രാജൻ MLA. സ്വകാര്യവൽക്കരണത്തിന് ഓശാന പാടുന്നതാണ് സംസ്ഥാന ബജറ്റ് എന്നും കുറ്റപ്പെടുത്തൽ. സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷയോടെ തൃശൂർ നഗരം. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ പ്രായോഗിക തലത്തിലെത്തുന്നതും കാത്ത് നഗരവാസികൾ. തൃപ്രയാറിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പെട്രോൾ പമ്പുകളിൽ കന്നാസുകളിലും കുപ്പികളിലും ഇന്ധനം നിറച്ചു നൽകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പെസോ അംഗീകരിച്ച കാനുകളിൽ മാത്രമേ ഇന്ധനം നൽകാവൂ എന്ന ഉത്തരവ്. ഇന്ധനം ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം. ലോകകപ്പിൽ ഹെയ്റ്റിക്കെതിരെ ബ്രസീലിന് തകർപ്പൻ ജയം. ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലൻഡിനെ വീഴ്ത്തി മൊറോക്കോ. രണ്ടാം ജയം തേടി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇറങ്ങുന്നു. സംസ്ഥാനത്ത് കാലവർഷം ദുർബലം. വെള്ളമില്ലാതെ ചാലക്കുടി പുഴയും അതിരപ്പള്ളി വെള്ളച്ചാട്ടവും സഞ്ചാരികളെ നിരാശരാക്കുന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.